നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആധുനിക നിലവാരത്തിൽ ടാറിംഗ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തകർന്ന കറുകപ്പുത്തൂർ അക്കിക്കാവ് റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ ഉയർന്ന പരാതികളെ തുടർന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ റോഡ് സന്ദർശിച്ചു. ബിറ്റുമിൻ മെക്കാഡം ടാറിംഗ് നടത്തിയ കറുകപ്പുത്തൂർ അക്കിക്കാവ് റോഡ് നിർമ്മാണം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ പലയിടത്തും റോഡ് വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ്. റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പരാതിയെ തുടർന്ന് വിജിലൻസ് ഓഫീസർമാർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി റോഡിന്റെ നിർമ്മാണ പിഴവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും വിശദീകരിച്ചു. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പണികൾ നടത്തണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ആണ് വർക്ക്. അതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള BM ബിറ്റുമിനൈസ് മെക്കാഡം എന്ന് പറയുന്ന ഒരു ലെയർ അതിന്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഒരു 2 മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ തകരുകയും ആ തകർന്ന ഭാഗത്തിൽ പല സ്ഥലങ്ങളിലും ഇവർ അടുത്തിടെ ഓട്ടയടക്കുകയും ആ ഓട്ടയടച്ച ഭാഗം വീണ്ടും തകരുകയും ചെയ്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് PWDയുടെ ജില്ലയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയാണ്. ഞാൻ അവരോടും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതിയും നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്. അത്രത്തോളം ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതോടൊപ്പം ഇതിന്റെ എസ്റ്റിമേറ്റ് വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തകനായിട്ടുള്ള സുധീർ അടക്കമുള്ള ആളുകൾ എടുത്തപ്പോൾ അതിൽ 4 കിലോമീറ്റർ ദൂരം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെയായി ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ ഇതിൽ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ഡ്രെയിനേജ് നിർമ്മിച്ചതായിട്ട് കാണാനില്ല. അതുപോലെ തന്നെ കൾവർട്ടുകളുടെ നിർമ്മാണം അത് ശരിയാവണ്ണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ പ്രഥമദൃഷ്ട്യാ തന്നെ നമുക്ക് ബോധ്യമാവുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ഈ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം സമഗ്രമായിട്ട് തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണ കമ്പനി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ദുരിതം സമ്മാനിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും വർഷങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ് ഈ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു തരത്തിൽ ഇടപെടാനോ ഇത് സംയോജിതമായിട്ട് പൂർത്തീകരിക്കാനോ ഉള്ള ഒരു ശ്രമം PWD വകുപ്പിന്റെയോ മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതുകൊണ്ടുകൂടിയാണ് ഈ ദുരവസ്ഥ ഇവിടെ നിൽക്കുന്നത്. വാർഡ് മെമ്പർ സലീം പെരിങ്ങോട്, EM ആബിദ്, അബ്ദുൽ കരീം, PV സുധീർ, VV സലീം മതുപ്പുള്ളി, ദിലീപ് ആമക്കാവ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. UDF ഭരിക്കുന്ന പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് CPM പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും ആരോപിച്ചാണ് സമരം. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. എന്ന പേരിൽ താക്കോൽദാനം നടത്താൻ അവരുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തി. എന്തൊരു പ്രഹസനമാണിത്! പ്രതികരിക്കുക. ലൈഫ് ഭവന പദ്ധതിക്ക് UDF ഭരണസമിതി വന്നിട്ട് ഒരു അപേക്ഷ പോലും സ്വീകരിക്കാത്തവർ കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നിന്ന് മാത്രം UDF ഭരിക്കുന്ന പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും ആരോപിച്ചാണ് CPM നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാർച്ചിന് മുന്നോടിയായി കാൽനട പ്രചരണാർത്ഥികൾ നേരത്തെ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. 100 കണക്കിന് ആളുകൾ ബഹുജന മാർച്ചിൽ അണിനിരന്നു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുളമുക്ക് ലോക്കൽ സെക്രട്ടറി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, പരുതൂർ ലോക്കൽ സെക്രട്ടറി PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, P സുധീർ, EP ശിവശങ്കരൻ, T ശാന്തകുമാരി, VP ഹരിനാരായണൻ, MK സുമതി, അഡ്വക്കേറ്റ് S നിഷ, M മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇത് കേരളത്തിലെ ഗവൺമെന്റ് ലൈഫ് പദ്ധതി കൃത്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അതിന്റെ ഭാഗമായി കേരളത്തിലാകെ 5 ലക്ഷം വീടുകൾ. 5 ലക്ഷം വീട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ 5 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു കാലത്തും വീട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജീവിച്ചവരാ. ഒരു കാലത്തും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ രക്ഷിതാക്കൾക്കും നല്ലൊരു ഭവനം നിർമ്മിച്ച് അതിനകത്ത് സുരക്ഷിതത്വമായി കിടന്നുറങ്ങാനുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ച് ദൈനംദിനം പണിയെടുക്കുന്ന കൂലി കൊണ്ട് കഴിഞ്ഞു പോകുന്ന 5 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ചു കൊടുത്തു.
ആ വീട് പരതൂർ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ കൊടുത്ത വീട് പരതൂർ പഞ്ചായത്തിലെ ഓൺ ഫണ്ടിൽ നിന്നാണോ? അതിന് മാത്രം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പഞ്ചായത്താണോ പരതൂർ? എനിക്കറിയില്ല. ഇരുതലമൂരിയെ വിൽക്കാനുള്ള ശ്രമത്തിൽ കൂറ്റനാട് നിന്ന് 4 പേർ വനം വകുപ്പിന്റെ പിടിയിലായി. പാലക്കാട് ഫോറസ്റ്റ് വിജിലൻസ് ടീമും ഒറ്റപ്പാലം പട്ടാമ്പി സെഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് കൂറ്റനാട് പട്ടാമ്പി പാതയിലെ സ്വകാര്യ കെട്ടിടത്തിന് മുകളിലുള്ള താമസ സ്ഥലത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പത്തനംതിട്ട മെഴുവേലി സ്വദേശി KS രഞ്ജു, കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി ദേവദാസ്, പാലക്കാട് വാവന്നൂർ സ്വദേശി PP ബഷീർ, കൂറ്റനാട് സ്വദേശി അഷ്റഫ് അലി എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ വനിതാ ലീഗ് പ്രതിനിധി സമ്മേളനം ഈ മാസം 30-ന് ആമയൂരിൽ നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 25, 26, 27 തീയതികളിലായാണ് പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെയും വനിതാ ലീഗിന്റെയും പാലക്കാട് ജില്ലയിലെ ശക്തി തെളിയിക്കുന്ന സമ്മേളനമാണിത്. അതിജീവന രാഷ്ട്രീയത്തിന്റെ 7.5 പതിറ്റാണ്ട് എന്ന ക്യാപ്ഷനോട് കൂടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം 2025 സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള പോഷക ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് അനുബന്ധിച്ച വനിതാ ലീഗിൻ്റെ സമ്മേളനം, വനിതാ ജന സമ്മേളനം ഓഗസ്റ്റ് 30 ശനിയാഴ്ച ആമയൂർ OPH കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെയും വനിതാ ലീഗിൻ്റെയും പാലക്കാട് ജില്ലയിലെ ശക്തി തെളിയിക്കുന്ന സമ്മേളനമാണ് നടത്തുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തന പങ്കാളിത്തം ഉറപ്പുവരുത്തൽ കൂടി ഈ സമ്മേളനം ലക്ഷ്യം വെക്കുന്നു. മുസ്ലിം, ദളിത്, പിന്നോക്ക വിഭാഗങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടി വനിതാ ലീഗ് പ്രവർത്തിച്ചു വരികയാണ്. പ്രതിനിധി സമ്മേളനം ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ടീച്ചറുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് MP അബ്ദുസ്സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തനം ഉറപ്പുവരുത്താൻ കൂടിയാണ് സമ്മേളനം ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിം, ദളിത്, പിന്നോക്ക വിഭാഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടി വനിതാ ലീഗ് പ്രവർത്തിച്ചു വരികയാണ്. പ്രതിനിധി സമ്മേളനം ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ടീച്ചറുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് MP അബ്ദുസ്സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം, സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസ്, സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗങ്ങളായ KP ബാപ്പുട്ടി, റഷീദ് തങ്ങൾ, ജില്ലാ മുസ്ലിം ലീഗിന്റെ മരക്കാർമാരായ മംഗലം സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ്, സലാം മാസ്റ്റർ, സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2500 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ഹുസൈൻകുട്ടി, പാലക്കാട് ജില്ലാ സെക്രട്ടറി റഫീഖ പാറക്കോട്ടിൽ, ജില്ലാ ട്രഷറർ റിസ്വാന ബീഗം, പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീദ ഇബ്രാഹിംകുട്ടി, പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി മുനീറ ഉനേസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ മുച്ചക്ര വാഹന വിതരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീലോട് കൂടിയ മുച്ചക്ര വാഹനമാണ് നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വിതരണോദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PT മുഹമ്മദ് കുട്ടി, ഷെഫീന ഷുക്കൂർ, P പ്രസന്ന, K ബിന്ദു, CDPO പ്രിയ, BPO ഗീത, സൂപ്പർവൈസർ K നജീബ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 5 പേർക്കാണ് മുച്ചക്ര വാഹനം നൽകിയത്. ഇതോടൊപ്പം 25 പേർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മുച്ചക്ര വാഹനം നൽകുകയുണ്ടായി. 1.14 ലക്ഷം രൂപയാണ് ഓരോ മുച്ചക്ര വാഹനത്തിനും വരുന്നത്. 10ഓളം പേർക്ക് കൂടി മുച്ചക്ര വാഹനം ലഭ്യമാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പറഞ്ഞു. നമുക്കറിയാം, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരെ വേണ്ടി ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മുച്ചക്ര വാഹനം. വയസ്സൊക്കെ പറഞ്ഞ പോലെ തന്നെ 1 കോടിയിലധികം രൂപ നമ്മൾ മുച്ചക്ര വാഹനത്തിനായി നീക്കി വെച്ചു. ഇനിയിപ്പോൾ ഈ വർഷം 2025-26 വർഷത്തേക്കും മുച്ചക്ര വാഹനത്തിനുള്ള ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ക്രമസഭാ ലിസ്റ്റ് എത്തിയതനുസരിച്ച് അതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് അത് നൽകുന്നതായിരിക്കും. അതിൻ്റെ നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മൾ ഒപ്പം നിന്നിട്ടുണ്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത്. കാരണം നമുക്കറിയാം, എല്ലാ മാസവും ഭിന്നശേഷിക്കാരെ ഒരു ഡേ കെയർ ഒപ്പം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മൾ നടത്തുന്നുണ്ട്.
അതിൽ ഇതുപോലെ വീൽ ചെയറിലിരിക്കുന്ന പേഷ്യൻറ്റുകളാണ് വരാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം ഓണസദ്യയും ഓണക്കിറ്റും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിലിന് വേണ്ടി ഒക്കെ നമ്മൾ അവർക്ക് മുൻഗണന കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ഭിന്നശേഷിക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരുടെ പോലെ ഓടിയെത്താൻ സാധിക്കില്ല. പക്ഷെ അവർക്ക് അവരുടേതായ ജീവിത ഉപാധിയായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മുച്ചക്രവാഹനം കൂടിയേ തീരും. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തതും ഈ പ്രാവശ്യം കൊടുക്കുന്നതും. പട്ടാമ്പി മരുതൂർ AMLP സ്കൂളിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. മേലെ പട്ടാമ്പി മരുതൂർ AMLP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. മാവേലിയും വാമനുമായി കുട്ടികൾ തന്നെ വേഷമിട്ടു. തിരുവാതിരക്കളിയും വള്ളംകളിയും പുലിക്കളിയുമെല്ലാം ഓണാഘോഷത്തിൽ ഉത്സവാന്തരീക്ഷം പകർന്നു നൽകി. വാർഡ് കൗൺസിലർ മോഹനൻ, PTA പ്രസിഡന്റ് മുനീർ പാലത്തിങ്കൽ, പ്രധാനാധ്യാപിക ഡൈസി, മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദീഖ് തുടങ്ങിയവരും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച കൂറ്റനാട് കൂട്ടുപാത വട്ടുള്ളിയിൽ നിന്നും കാണാതായ 19കാരനെ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ യുവാവിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ ബന്ധുക്കൾ തൃത്താല പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.